ഈ അടുത്തിടെ ഉണ്ടായ സംഭവവികാസങ്ങൾ സർക്കാരിന് വലിയ അപമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തന്നെ നമുക്ക് പരിശോധിച്ചാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരോഗ്യ മേഖലയിലുണ്ടായ ഈ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശത്തേക്കുള്ള ഇപ്പോഴത്തെ ചികിത്സയ്ക്കായുള്ള പോക്ക്, ഇതൊക്കെ തന്നെ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിലൊരു സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും CPIM-ന്? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങൾ ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട്. അവർ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചിട്ടല്ല ഒരുപാട് കാര്യങ്ങൾ. ഈ ആശാസമരം അവരുടെ കൈവിട്ടു പോയതാണ്. ആശാസമരം തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കെതിരായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് ഇപ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം. അത് മന്ത്രിമാർ കൈകാര്യം ചെയ്ത രീതി, അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച രീതി, അതൊക്കെ വലിയ പരിഹാസ്യമായിട്ടുണ്ട്. മാത്രമല്ല, ഇന്നത്തെ പത്രവാർത്ത അനുസരിച്ച് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിലും തലസ്ഥാനത്തുമൊക്കെയുള്ള ഒരുപാട് CPM ആക്ടിവിസ്റ്റുകൾ, പേരെടുത്ത CPM പ്രവർത്തകർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ഒക്കെ അതിശക്തമായി പരസ്യമായി ഗവൺമെൻറ്റിനും ആരോഗ്യമന്ത്രിക്കും എതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി, ഞാൻ നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് ആളുകളുടെ ഒരു വിലയിരുത്തൽ കണ്ടത്, ഈ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കിയ ഒരു മന്ത്രി വനം മന്ത്രിയാണെന്നാണ് ആണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് മാറി. വനം മന്ത്രിയുടെ പേര് സാമാന്യം ആളുകൾ മറന്നു പോവുകയും ഇപ്പോൾ വന്നത് ആ ഉത്തരവാദിത്തം കൂടി, ആ പണിയും കൂടി ആരോഗ്യമന്ത്രി ഏറ്റെടുക്കുകയും ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ, ഇപ്പോഴത്തെ ഒരു ചോദ്യം, ഗവൺമെൻറ്റിനെ ആര് തോൽപ്പിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായിയുടെ ഈ രണ്ടാം ഗവൺമെൻറ്റിനെ ആരെങ്കിലും തോൽപ്പിക്കുമെങ്കിൽ അതിന് മറ്റാരും തൽക്കാലം ബുദ്ധിമുട്ടേണ്ടതില്ല. അത് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് ആ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ ആളുണ്ട്. അതിനിടയിലും മുഹമ്മദ് റിയാസിനെ കുറിച്ച് തന്നെ വലിയ ആക്ഷേപം. ആ നാഷണൽ ഹൈവേ തകർന്നു വീണപ്പോൾ മുഹമ്മദ് റിയാസ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുമ്പോഴൊക്കെ എല്ലായിടത്തും ചെന്ന് സെൽഫി എടുത്ത് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം പോലെ പ്രകടിപ്പിക്കുമായിരുന്നു. അതെ, അത് കേരളത്തിൻ്റെ ഒരു നേട്ടം എന്ന നിലയിൽ മലയാളികൾക്ക് വേണ്ടി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും അത് ചെയ്യുന്നത് കൊള്ളാം. പക്ഷേ നാഷണൽ ഹൈവേയിൽ ഒരു അപകടം വരുമ്പോഴും അത് ഇടിഞ്ഞു വീഴുമ്പോഴും അത് തകർച്ച നേരിടുമ്പോഴും അത് ആത്മാർത്ഥമായി ഓൺ ചെയ്യണം. പറ്റിപ്പോയതാണ്, ഞങ്ങളത് അത്ര ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ഈ സെൽഫി എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തിരക്കിൽ അത് മറന്നുപോയി എന്ന് പറയണം. അതിന് പകരം അന്നേരത്ത് ഇത് മാറ്റി പറഞ്ഞു. അതുവരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോരുത്തരായി തുടക്കത്തിൽ ഈ മന്ത്രിസഭയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നത് ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. അദ്ദേഹം പതുക്കെ സൈലൻസ് കൊണ്ട്, നിശബ്ദത കൊണ്ടെങ്കിലും പതുക്കെ മാനേജ് ചെയ്ത് പോയി. ഇപ്പോൾ KN ബാലഗോപാലിനോട് ആളുകളുടെ ഒരു രോഷമില്ല. അതിനുശേഷം ഓരോരോ മന്ത്രിമാരായിട്ട് ഗവൺമെന്റിന്റെ ശത്രുപക്ഷത്ത് വരികയാണ്. ശത്രുപക്ഷത്ത് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ദുഷ്പേരുണ്ടാക്കുന്ന പട്ടികയിൽ പെടുകയാണ്. അത് ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഈ സമയത്താണ്, നിർഭാഗ്യവശാൽ ഈ സമയത്താണ് മുഖ്യമന്ത്രിക്ക് ചികിത്സക്ക് പോകേണ്ടി വരുന്നത്. അത് ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം? ഇപ്പം അമേരിക്കയിലെ ഈ മയോ ക്ലിനിക്കിൽ പോയി എവിടെയും ചികിത്സ കിട്ടാത്ത എന്ത് അസുഖമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ വലിയ അവകാശവാദങ്ങളുണ്ട്. അത് ശരിയുമാണ് ഏറെക്കുറെ. കാരണം ലോകത്തിലെ മിക്കവാറും എല്ലാ ചികിത്സയും കിട്ടാവുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ നല്ല ഹോസ്പിറ്റലുകൾ, നിങ്ങളുടെ ശ്രീചിത്ര, ഇപ്പോൾ ക്യാൻസറിനാണെങ്കിൽ അവിടെ RCC, മലബാറിൽ തന്നെ ക്യാൻസറിന് ഹോസ്പിറ്റലുകൾ. അപ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് പോലും ലോകോത്തരമായ ചികിത്സ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് പറയുന്നില്ല. അതാണ് മയോ ക്ലിനിക്കിൽ മാത്രം കിട്ടുന്ന ചികിത്സയുള്ള അസുഖം ഏതാണ്? ഒരു മെഡിക്കൽ ബുള്ളറ്റിനെങ്കിലും ഈ സമയത്ത് വേണ്ടതാണ്. മാത്രമല്ല, VS അച്യുതാനന്ദൻ വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ, ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടി ഏതാണോ ആ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മനുഷ്യനാണ് ഒരു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ഇദ്ദേഹത്തിന് പോകേണ്ടി വന്നു. പക്ഷേ ഈ മാരകമായ രോഗത്തിന്റെ ചികിത്സക്ക് ഈ ലോകോത്തരമായ ആശുപത്രികളിൽ കിട്ടുന്ന ഒരു അപ്പോയിന്റ്മെന്റ്, അതുകൊണ്ടായിരിക്കാം പോയത്. നമുക്കതിന് ന്യായങ്ങളുണ്ടാകും. പക്ഷേ ഈ സമയത്ത് അത് പറയേണ്ടതാണ്. അദ്ദേഹം മിണ്ടാതെ ദുബായിലേക്ക് വിമാനം കയറി പോകുമ്പോൾ മാത്രം ഒരു വാർത്തയായ പോരല്ലോ മുഖ്യമന്ത്രി ചികിത്സക്ക് പോകുന്നുണ്ട്. അത് VSന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഈ ഭരണ നടപടികൾക്ക് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിവൃത്തികേട് കൊണ്ടാണ് ഈ സമയത്ത് പോയേ തീരൂ. ജനങ്ങളോടൊന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഈ സമയത്തെങ്കിലും അദ്ദേഹത്തിന് പത്രസമ്മേളനം നടത്തിയാൽ എന്താണ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഭരണം സുതാര്യമല്ല എന്നൊരു
ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതെ. ഇതൊക്കെ ആയിരിക്കും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വരിക. അപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ, പക്ഷേ നിലമ്പൂർ ഇലക്ഷൻ ഗവൺമെൻറ്റിന് ഒരു പ്രതിസന്ധി എന്നതിലേറെ രണ്ട് ഘടകങ്ങളാവും. ഒന്ന് അവിടെ UDFൻ്റെ പരമ്പരാഗത സീറ്റാണ്. തീർച്ചയായിട്ടും ആ സീറ്റ് തോൽപ്പിക്കാനുള്ള ആ സീറ്റ് UDFനെ തോൽപ്പിക്കാൻ സാധിച്ചത് ഒരു അൻവർ ഫാക്ടർ വന്നപ്പോഴാണ്. അൻവർ ഫാക്ടർ ആകത്തെ അതാണ് CPM-ന് പറ്റിയ അബദ്ധം. അൻവർ ഫാക്ടർ അൻവറിനെ പോലെ ഒരു ഫ്യൂഡൽ നേതാവിനെ കൊണ്ടുവന്ന്, നേതാവെന്ന് അന്ന് പറയാൻ പറ്റാത്ത ഒരാളെ കൊണ്ടുവന്ന് നേതാവാക്കി CPM-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനത്തെങ്കിലും സ്വാധീനിച്ച് അത് സ്വന്തം പേഴ്സണൽ വോട്ടാക്കി, ഫ്യൂഡൽ വോട്ടാക്കി മാറ്റി. പൊളിറ്റിക്കൽ വോട്ടിനെ ഫ്യൂഡൽ വോട്ടാക്കി മാറ്റി. അപ്പോൾ നിലമ്പൂർ പരാജയത്തിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാവുന്നതാണ്. അപ്പോൾ CPM-ന്റെ സീറ്റ് അല്ലല്ലോ, പരമ്പരാഗത സീറ്റല്ല. വല്ലപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ UDF-ൽ പിളർപ്പുണ്ടാക്കിയപ്പോഴാണ്. എപ്പോഴാണ് വിജയിച്ചതെന്ന് ഓർത്താൽ മതി. എപ്പോഴൊക്കെ ആര്യാടൻ തന്നെ ജയിച്ചിട്ടുണ്ട്, ഇടതുപക്ഷത്ത് നിന്നപ്പോഴും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഇതൊക്കെ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് നമുക്ക് നടത്താവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഒരിക്കലും സംസ്ഥാന ഇലക്ഷനെ ബാധിക്കേണ്ടതില്ല, അതിന്റെ സ്ട്രാറ്റജി വേറെയാണ്, അതിന്റെ ഫോർമുല വേറെയാണ് എന്ന് പറഞ്ഞു നിൽക്കാം. അതായിരിക്കും ഇനി അടുത്ത സംഗതി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, അത് വളരെ നിർണായകമാണ്. അത് കേരളത്തിന്റെ ഒരു ട്രെൻഡ് വെച്ച് നമ്മുടെ ഒരു സെന്റിമെന്റ്സ് എന്താന്ന് വെച്ചാൽ, ഇലക്ട്രൽ സെന്റിമെന്റ്സ് എന്ന് പറയും. അതിൻ്റെ ഒരു രീതി അവസാനത്തെ 2-3 ആഴ്ച കിട്ടുന്നത് വോട്ടായി മാറും. അപ്പോൾ അതിനുള്ള പദ്ധതികൾ ഗവൺമെന്റിന്റെ പക്ഷത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന നാളുകളിലേക്ക്, ഒരുപക്ഷെ അവസാനത്തെ 6 മാസത്തേക്ക് വേണ്ടി മാറ്റിവെച്ച ജനപ്രിയ പദ്ധതികളുണ്ട്. അത് വന്ന് ട്രെൻഡ് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ മലയാളിക്ക് ഒരു പൊതു സ്വഭാവം ഉള്ളത്, ഒരാളെ ഒരു പ്രതീക്ഷയോടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. വെറുത്ത് തുടങ്ങിയാൽ അങ്ങേയറ്റം വെറുക്കും. മലയാളിയുടെ അങ്ങനെ ഒരു ശീലമുണ്ട്. ചില ട്രെൻഡുകളിൽ ക്ഷണികമായ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും പിണറായി വിജയനെ ഈ ഒന്നാം ഭരണത്തിൽ കുറെ കൂടി ആളുകൾ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. രണ്ടാം ഘട്ടം വന്നത്, ആ മഹാദുരന്തം വന്നതിന്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ പക്ഷേ രണ്ടാമത്തെ ഭരണം അതിനേക്കാളും വലിയ ദുരന്തമായി എന്നൊരു വിലയിൽ. അത് മാത്രമല്ല, നല്ലതുപോലെ ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാരെ അടക്കം മാറ്റി മൂലയ്ക്കിരുത്തിയ ഒരു സംഭവം ഉണ്ടായി. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിനെ ഉൾപ്പെടെയൊക്കെ അതൊക്കെ ഒരുപാട് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ കാരണം കൂടി ആളുകൾ പഠിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, പാർട്ടിയിലും അത് വലിയ ജോലി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ പിണറായി വിജയന്റെ പേരിൽ ഇത്രയേറെ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ വലിയ തോതിൽ പാർട്ടിക്കാരെയും കിട്ടുന്നില്ല. മാത്രമല്ല, ഈ എന്തെങ്കിലുമൊക്കെ വിടുവായത്തം പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തെ പരസ്യമായി ആക്ഷേപിച്ച് മൂലക്കിരുത്തുകയും ചെയ്തു. ഇപ്പൊ സത്യത്തിൽ പിണറായി വിജയന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇടക്കാലത്ത് ഓർമ്മയുണ്ടോ, AK ബാലേട്ടനൊക്കെ പിണറായി അസ്ഥാനത്തും ന്യായീകരിക്കും. എവിടെ പോയി ഇവരൊക്കെ? അതൊരു പ്രശ്നമാണല്ലോ. മാത്രമല്ല, മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾ വേണം എന്ന് തീരുമാനിച്ചത് മന്ത്രിസഭയിൽ നിന്ന് മറുവാക്കുകൾ വരാതിരിക്കാനാണ്, ഒരു വിയോജിപ്പും വരാതിരിക്കാനാണ്. ഈ ചെറുപ്പക്കാർ കൊട്ടക്കണക്കിന് ആംബീഷനുമായിട്ട്, രാഷ്ട്രീയ സ്വപ്നങ്ങളുമായിട്ട് വന്ന് ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ മിണ്ടൂല, അവരവിടെ ഇരുന്നോളൂ. മാത്രമല്ല, ഈ മന്ത്രിമാരുടെയൊക്കെ മിക്കവാറും എല്ലാ സഹമന്ത്രിമാരുടെയും ഓഫീസുകളിൽ ഒരാളെങ്കിലും മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോക്രസി വന്നിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ സമയത്ത് തന്നെ ഇദ്ദേഹം പാർട്ടിയും കൈയടക്കിയിരിക്കുന്നു. പ്രസ്ഥാനവും സംസ്ഥാനവും ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. സംസ്ഥാനം മാത്രമല്ല, കേന്ദ്രവും. കാരണം MA ബേബി അല്ലേ? തീർച്ചയായിട്ടും MA ബേബിയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തീറ്റിപ്പോറ്റുന്നത് കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരള ഗവൺമെന്റ് മാത്രമാണ്. ഗവൺമെന്റ് ഇവിടെയല്ലേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെലവിലാണ് അവിടെ ചെലവും കൊടുത്ത് നടക്കുന്നത്. അപ്പോൾ അവിടെയും വിയോജിപ്പില്ല. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് MA ബേബി അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കിയത്. അത് നിവൃത്തികേടാണെന്നും പറയുന്നുണ്ട്. MA ബേബി ഒരു തലവേദനയാണ് എന്ന് ഇദ്ദേഹം മുൻകൂട്ടി കാണുന്നത് കൊണ്ട് പലരെയും അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന അങ്ങനെയാണ്. വലിയ പദവികൾ കൊടുത്തിട്ട് ഒന്നുകിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കും, അല്ലെങ്കിൽ വടകര കൊണ്ടുപോയി മത്സരിപ്പിക്കും. പലരും അദ്ദേഹം ഫിനിഷ് ചെയ്യുന്ന രീതി അതാണ്. ഇപ്പോ സ്വരാജിനെ കൊണ്ടുപോയി നിലമ്പൂരിൽ മത്സരിച്ചതിന്റെ പിന്നിൽ പോലും ആ ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്വരാജ് പോലും ആഗ്രഹിച്ചിട്ടില്ല അവിടെ മത്സരിക്കാൻ. സ്വരാജിനെ അറിയാം, സ്വന്തം നാട്ടിൽ നിന്നാൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ മാത്രമല്ല, നിലമ്പൂരാണ്, അവർക്ക് ഒരു പാർട്ടി കാഡർ വോട്ട് കൊണ്ട് ജയിക്കൂലല്ലോ. അപ്പോൾ പിണറായി വിജയന്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ഒരു ബലവാന്റെ തന്ത്രങ്ങളായിട്ടാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ അത് വിനാശകാലെ തോന്നുന്ന വിപരീത ബുദ്ധിയായിട്ട് വേണം നമുക്ക് കാണാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.